നമുക്ക് കാലൊന്ന് മടക്കി ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കസാലയിൽ ഇരിക്കുന്ന പോലെ അതിനൊരു പേരുണ്ട് ആസനത്തിന്. അതായത് ഉത്കടാസനം എന്ന് പറയും. ഉത്കടാസനം അതെങ്ങനെ? കാല് അല്പം വിട്ട് വെക്കും, ഷോൾഡറിൻ്റെ അകലം. ഇനി കൈയൊന്ന് നീട്ടി വെക്കും, ശ്വാസം എടുത്തുകൊണ്ട്. നമ്മൾ പിന്നിൽ കസാല ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഇനി 2 കസാല ഇരിക്കുന്ന പോലെ 1 2 3 4 5 6 7 8 9 10. ഇനി ശ്വാസം എടുത്തുകൊണ്ട് വരിക, കഴുത്തി താഴ്ത്തി വെക്കുക. കുട്ടികൾ ഇത് ചെയ്യുകയാണെന്നിരിക്കുക, സ്ഥിരമായി ചെയ്യുന്ന ഒരു കുട്ടിക്കും കാൽമുട്ടിന് വേദന വരില്ല. എത്ര പ്രായമായിക്കോട്ടെ, എത്ര ദൂരം നടന്നോട്ടെ, എത്ര സമയം നിന്നുകൊണ്ട് ജോലി ചെയ്യട്ടെ, കാൽമുട്ടിന് യാതൊരു പ്രയാസവും വരില്ല. അതിന് പറ്റുന്ന ഒരു ആസനമാണ് ഉത്കടാസനം എന്ന് പറയാം. ചെയർ സിറ്റിംഗ് പോസ് എന്ന് പറയാം. അപ്പോൾ ഇത് നല്ല ശീലമായാൽ നമുക്ക് ഇവിടെ തന്നെ സുഖമായിട്ട് അങ്ങ് ഇരിക്കാനും പറ്റും. ഒന്ന് ഇരിക്കൂ. അത് ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഫുള്ളായിട്ടിരിക്കും. ഇവിടെ കാല് ഹീല് പൊങ്ങൂല, ഇപ്പൂറ്റി പൊങ്ങൂല, സുഖമായിട്ട് ഇരിക്കാൻ പറ്റും. ഒന്ന് വീണ്ടും എഴുന്നേക്കാൻ പറ്റും, ഇങ്ങനെ ഇരിക്കാൻ പറ്റും. ഇത് നമ്മുടെ ഈ കാലിൻ്റെ ഈ പരിശീലനം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഇപ്പോൾ ഒരു വീഴ്ച വരിക. കാല് എങ്ങനെ വീഴുന്നാലും നമുക്ക് പൂച്ചയൊക്കെ വീഴുന്ന പോലെ കാലിന് വലിയ പരിക്കൊന്നും പറ്റാതെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും ഈ രാസ. ഇതിൽ തന്നെ ഒന്നുകൂടി പരിശീലിക്കുക. കാലൊന്ന് ക്രോസ് ചെയ്ത് വെക്കുക. ഈ ക്രോസ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് പതുക്കെ ഒന്ന് ഇരുന്ന് നോക്കട്ടെ. പതുക്കെ സാവധാനത്തിലൊന്ന് ഇരുന്ന് നോക്കൂ. ഇരിക്കുക, ഇരുന്നോട്ട് ഫുള്ളായിട്ട് ഇരിക്കുക, നിലത്തിരിക്കുക. അവിടെ നിന്ന് മെല്ലെ ഒന്ന് എഴുന്നേക്കുകയും ചെയ്യുക. അവിടെ കയ്യിൻ്റെ സപ്പോർട്ടിൻ്റെ ആവശ്യമില്ല. കാരണം എന്താ അറിയോ, കാലിന് നല്ല ബലമുണ്ട്, നല്ല ബാലൻസ് ഉണ്ടെങ്കിൽ വളരെ എളുപ്പം ഇരിക്കുകയും എഴുന്നേക്കുകയും ചെയ്യുക. ഒന്നുകൂടി ഒന്ന് ചെയ്യട്ടെ. ഇനി എഴുന്നേക്കുകയും ചെയ്യട്ടെ. ഈ ഒരു സംഭവം നമ്മൾ സാധാരണ മുമ്പ് കാലത്തൊക്കെ അമ്പലങ്ങളിലൊക്കെ പോയാൽ ചെയ്യാറുണ്ടല്ലേ. അതെങ്ങനെ ചെയ്യാറുള്ളത്? നമ്മൾ കൈ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ പറയുക ഏത്തടുക. അത് കാല് ഇതുപോലെ ക്രോസ് ചെയ്ത് വെക്കും. എന്നിട്ട് കൈ ഇങ്ങനെ കോർത്ത് പിടിക്കും, 2 വിരലുകൊണ്ട്. പതുക്കെ കൈമുട്ടൊന്ന് മെല്ലെ താഴ്ത്തി കൊണ്ടുവരും. ഇനി മെല്ലെ ഉയരും. സാധാരണ നമ്മൾ അമ്പലത്തിലൊക്കെ പോയാൽ കുറച്ചൊന്ന് താഴും, ഒന്ന് പൊങ്ങും, താഴും, പൊങ്ങും. അങ്ങനെയല്ല ശരിക്കും വേണ്ടത്. കൈമുട്ട് നിലത്ത് പതിക്കണം, പതിച്ച് വരും. അതിന് അവിടുന്ന് മെല്ലെ ഉയരും. ഇത് വളരെ നല്ലൊരു പരിശീലനമാണ്. നമ്മുടെ കാലിന് വളരെ ബലം കിട്ടും, ശരീരത്തിന് നല്ല ബാലൻസ് കിട്ടും. ഇത് കൃത്യമായി ചെയ്യുന്ന ഒരാൾക്കില്ലേ കാലിന് വലിയ പ്രയാസം ഉണ്ടാവില്ല. ഇത് മാത്രമല്ല, മുമ്പ് കാലത്ത് ഇത് അമ്പലത്തിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന ഗണപതിക്ക് ഏത്തടുക എന്ന് പറയും. ഇത് നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിന് വളരെ ശക്തിപ്പെടുത്തുന്ന ഒരു പരിശീലനം കൂടിയാണ്. പണ്ട് കാലത്ത് നമ്മൾ സ്കൂളിലൊക്കെ ഒരു ശിക്ഷയായിട്ട് പഠിക്കാത്ത കുട്ടികളൊക്കെ ചെയ്യിക്കാറുണ്ട് ഇത്. അപ്പോൾ അതെന്താണെന്നറിയോ, പഠിക്കാത്ത കുട്ടികൾക്ക് ഇത് പരിശീലിക്കാൻ സാധിക്കും. അന്ന് കൂടുതൽ എണ്ണം ചെയ്യിക്കും. ഒരു 10 20 ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ തലച്ചോറിൻ്റെ ആ കഴിവ് വർദ്ധിപ്പിക്കാൻ ഈ ഒരു പരിശീലനം സഹായിക്കുന്നുണ്ട്. ഈ ഒരു പരിശീലനത്തിൽ നിന്നാണ് വിദേശത്ത് WHO നമ്മുടെ ആരോഗ്യത്തിൻ്റെ ഒരു ടെസ്റ്റ് നടത്താറുണ്ട്. അതിലൊന്ന് ഇതാണ്. ഏതെന്നറിയോ, കാലൊന്ന് ക്രോസ് ചെയ്യും, എന്നിട്ട് താഴെ ഒന്ന് ഇരിക്കും, കൈ പിടിക്കാതെ വീണ്ടും ഉയരും. ഇതൊരു ടെസ്റ്റ് ഇതാണ്. ഇത് നമുക്ക് നമ്മുടെ ഈ ഏത്തടുന്നതിനകത്ത് എടുത്തൊരു സാധനമാണ്. ഇത് നമ്മൾ അങ്ങനെ ഇരിക്കുക, കൈയൊന്നും സപ്പോർട്ടില്ലാതെ ഇരിക്കുക എഴുന്നേൽക്കുക ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബാലൻസ് കറക്റ്റായിരിക്കും. ശരി.